ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ കാമുകനുമൊത്തുള്ള അഴിഞ്ഞാട്ടം. ഇനി കാമുകനെ സ്വന്തമാക്കാൻ വേണ്ടി ഭർത്താവിനെ കൊന്നുകളഞ്ഞതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. പോയല്ലേ ബ്രോ. ചായയുടെ കാശ്. അയ്യോ, നമ്മുടെ കടയിൽ കാശോ? ക്ഷമേ, ഞാൻ വിളിക്കാം. ശരിയെന്നാ. ശരിയെന്നാ, പോയിട്ട് വരാം. രോഹിത്തെ, പപ്പിയെ അന്വേഷിച്ചൊന്ന് പറയണം. പറയാം. പോവാം. ചില നേരത്തെ ശിവൻ സംസാരിക്കുമ്പോഴേ വിഷ്ണുവേട്ടൻ പറയുന്നത് പോലെ തന്നെ തോന്നുക, അല്ലേ വലിയച്ചി? അതെ. മാഡം, മധുരയിൽ മലയ സെൽവത്തിന്റെ വീട്ടിൽ വെച്ച് കണ്ട ആ പെണ്ണില്ലേ, അയാളുടെ മകളാണെന്ന് പറഞ്ഞ സെൽവി, അവളെ ഞാൻ രേഷ്മയുടെ കടയിൽ കണ്ടതുപോലൊരു തോന്നൽ. അവള് എന്നെ കണ്ടിട്ട് ഒളിച്ചതുപോലെ എനിക്ക് തോന്നി. ഇനി എന്റെ പോലീസ് കണ്ണുകൊണ്ട് നോക്കിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അവളെ പോലൊരു ലേഡിയെ ഞാൻ ആ ഷോപ്പിൽ കണ്ടു. അത് സത്യമാണെങ്കിൽ ഈ കേസുമായിട്ട് രേഷ്മ അടുപ്പിക്കാനുള്ള വലിയൊരു ലിങ്ക് ആണല്ലോ റസാഖ്. അത് തീർച്ചയായും മാഡം. എനിക്ക് നല്ല സംശയമുണ്ട്, ഈ രേഷ്മയിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് മാഡം. രേഷ്മയും മാഡത്തിന്റെ ഹസ്ബൻഡ് വിഷ്ണുവും തമ്മിൽ മറ്റെന്തോ ഒരു കണക്ഷനും ഉണ്ട്. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് രേഷ്മ ഇങ്ങനെ ഒളിക്കുന്നത്? സെൽവിയാണ് രേഷ്മയുടെ കടയിൽ കണ്ടതെന്ന നിഗമനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. രേഷ്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ നീങ്ങണം. എന്താ ഇതിന്റെ പിന്നിലെ രഹസ്യം അറിയുന്നത് വരെ പിന്തുടരുക. നമുക്ക് വേണ്ടത് എവിടെന്നെങ്കിലുമൊക്കെ വീണ് കിട്ടാതിരിക്കില്ല. ഓക്കെ മാഡം, അപ്പോൾ ഉള്ള വിവരങ്ങൾ ഞാൻ വന്ന് അറിയിച്ചോളാം. ശരി മാഡം. രേഷ്മയുടെ കടയിൽ റസാഖ് കണ്ടത് സെൽവിയെ തന്നെയാണോ? സെൽവിയും രേഷ്മയും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ കാര്യങ്ങൾ ഏറെക്കുറെ തെളിഞ്ഞു വരിക തന്നെ ചെയ്യും. വിഷ്ണുവേട്ടനും രേഷ്മയും തമ്മിൽ റസാഖ് പറഞ്ഞതുപോലെ അരുതാത്ത കണക്ഷൻ വല്ലതും ഉണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ രേഷ്മ ഇത്രയും കള്ളങ്ങൾ പറയുകയും പലതും ഒളിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്? വലിയ ഫോമിലാണല്ലോ. നമ്മളൊന്ന് വിളിച്ചാ ഫോൺ എടുക്കരുത്. എടാ, കുറച്ച് ഓട്ടത്തിലായിരുന്നടാ, അതുകൊണ്ടാ നീ വിളിച്ചപ്പോ അപ്പ എനിക്ക് മറുപടി പറയാൻ പറ്റാഞ്ഞത്. പിന്നീട് സമയം കിട്ടുമ്പോ വിളിക്കാന്ന് കരുതിയെങ്കിലും അതങ്ങ് വിട്ടുപോയി. വിട്ടുപോകുമല്ലോ. പുതിയ ജോലി, പുതിയ വണ്ടി, പുതിയ ബന്ധങ്ങള്. നിനക്കിതിന്റെ വല്ല കാര്യമുണ്ടോ? നിന്റെ അച്ഛൻ പറയുന്നത് തന്നെ ശരി. വീട്ടിൽ മര്യാദയ്ക്ക് നിന്ന് ആ സ്വത്തുക്കളൊന്നും അനുഭവിക്കാൻ നിനക്ക് യോഗമില്ല. എടാ, നിനക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? എന്താടാ, ചങ്ക് ബ്രോയെ കണ്ടപ്പോ നിനക്കിപ്പം മിണ്ടാൻ പോലും സമയമില്ലല്ലേ? എങ്ങനെ ഉണ്ടാവാനാ? കളക്ടറെ കൊണ്ടുപോകണം, തിരിച്ചു കൊണ്ടുവരണം, ഒക്കെ ഇപ്പൊ നീയാണല്ലോ. ഓ, നിന്റെയൊക്കെ ഒരു യോഗം. എടാ, അനാവശ്യം പറയരുത്. ഞാൻ പറയുന്നതാണോ കുഴപ്പം? സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ സംഗതി വൈറലാണല്ലോ. എന്നിട്ട് നീ ഇതൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്ത്? കാണിച്ചുതരാം. മാഡം, അമ്മ വീണ്ടും പണി തുടങ്ങി മാഡം. കണ്ടില്ലേ? കാണ. കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ കാമുകനുമൊത്തുള്ള അഴിഞ്ഞാട്ടം.
ഭർത്താവിനെ സ്വന്തമാക്കാൻ വേണ്ടി ഭർത്താവിനെ കൊന്നുകളഞ്ഞതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലാത്തിന്റെ പിന്നിൽ ആ ഏടിയുമാണ് മാഡം. അനു പ്ലീസ്. കാമുകനൊത്ത് കറങ്ങാൻ വേണ്ടി ഭർത്താവിനെ കൊന്നതാണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ഉള്ളതാണോടാ? എടാ അനാവശ്യം പറയുന്നോ? നീ ഇത് എന്റെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത്. ഇത് പറഞ്ഞുണ്ടാക്കുന്നവരുടെ നെഞ്ചത്തോട് കയറ്. അങ്ങനെ പൊട്ടിക്കാൻ പോകുമ്പോഴേ നിന്റെ കൈ പരിശുദ്ധമാണോ എന്ന് നിനക്കും കൂടി തോന്നണം. ചെന്ന് കാര്യം പറഞ്ഞോ. മാഡം അകത്തുണ്ട്. ശരി, വാ. മാഡം വാ. ഞാൻ തിരുമല സുധാകരൻ, യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറിയാണ്. എന്താ വേണ്ടത്? മാഡം, ഇത് ശ്യാമള. ഇവരുടെ വീടിരിക്കുന്ന 4 സെന്റ് ഭൂമിയിൽ റീസർവേ വന്നപ്പോൾ അടുത്ത വീട്ടുകാരനായ ഗോവിന്ദക്കുറുപ്പിന്റെ 65 സെന്റുമായി ചേർന്ന് കരമടച്ച രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോ ഇവരുടെ 4.5 സെന്റ് ഭൂമിയുടെ കര അടയ്ക്കാനായിട്ട് എന്താണ് ഇവർ ചെയ്യേണ്ടത്? അതിന് നിങ്ങൾ ആദ്യം പോയി കാണേണ്ടത് അവിടുത്തെ വില്ലേജ് ഓഫീസില്. വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങി ഇവരുടെ ചെരുപ്പുകൾ തേഞ്ഞോണ്ടാ ഇവരിങ്ങോട്ട് വന്നത്. ഇവർക്ക് നീതി കിട്ടിയില്ലെങ്കിൽ കളക്ടറേറ്റിന് മുന്നിൽ വന്ന് ഞങ്ങൾ കൊടി പിടിക്കും. എന്നാ താൻ ആദ്യം പോയി കൊടി പിടിച്ചിട്ട് വാ, എന്നിട്ട് സംസാരിക്കാം. മാഡം, ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ യൂത്ത് വിങ്ങിന്റെ ഒരു വലിയ നിര തന്നെയാ മത്സരിക്കാനുള്ളത്. ഞങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്നെങ്കിൽ വലിയ ഭവിഷ്യത്തുണ്ടാകും. താൻ ആരെയാടോ പേടിപ്പിക്കാൻ നോക്കുന്നത്? നിങ്ങളുടെ പാർട്ടിയല്ല എനിക്ക് ശമ്പളം തരുന്നത്. എനിക്കറിയാം എന്തൊക്കെ ചെയ്യണമെന്ന്. മേലാൽ താൻ എന്റെ ക്യാബിനകത്തേക്ക് കയറി പോരുത്. അയ്യോ മാഡം, ഇത് യൂത്ത് വിങ്ങിന്റെ. ജോൺ, താനാണോ ഇവരെ ഇങ്ങോട്ട് കയറ്റിവിട്ടത്? ഇപ്പൊ ഇറങ്ങണം ഇവരെ വിളിച്ചോണ്ട് ഇവിടുന്ന്. മാഡം അങ്ങനെ പറയരുത്. ഇവര് പരാതിയായി മുകളിലേക്ക് പോയാൽ കുഴപ്പമാവും. തന്നോട് ഇവരെയും വിളിച്ചോണ്ട് പുറത്തേക്ക് പോവാനാ പറഞ്ഞത്. ഇനി എന്ത് നടപടി വന്നാലും അത് ഞാൻ നേരിട്ടോളാം.